തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളിലേക്ക് ഇനി ആക്രമണം നടത്തുകയില്ലെന്നും അത് അവസാനിപ്പിക്കുകയാണെന്നും ഇറാനിയൻ പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹം തന്നെ തിരുത്തിക്കൊണ്ട് ഇന്ന് പ്രസ്താവന ഇറങ്ങുകയുണ്ടായി. തൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിച്ചതാണെന്നും ആക്രമിക്കാനും പ്രതിരോധിക്കാനും തങ്ങളെ നിർബന്ധിക്കുകയാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ. ഇതിന് ഈ മേഖലയിലെ യുദ്ധം വിശകലനം ചെയ്യുന്ന വിദഗ്ധ മാധ്യമപ്രവർത്തകർക്ക് രണ്ട് അഭിപ്രായമാണുള്ളത്. അതിൽ ഒന്നാമത്തെ അഭിപ്രായം, ഇത്രയും കഠിനമായ അപ്രതീക്ഷിതമായ അനീതി നിറഞ്ഞ ഒരാക്രമണം ഉണ്ടായിട്ട് തങ്ങളുടെ പക്ഷത്തെ ന്യായം പറയാൻ പോലും ഇല്ലാത്ത ആളുകളെ അത്തരത്തിൽ അങ്ങ് മാപ്പ് പറഞ്ഞ് സ്വീകരിക്കുന്ന പ്രധാനമന്ത്രിയുടെ നടപടി അത്ര ഉചിതമായതല്ലെന്ന് ഇപ്പോഴത്തെ നിയുക്ത പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനിയുടെ മകൻ അടക്കമുള്ളവർക്കുള്ള അതേ അഭിപ്രായമാണ് IRGCക്കുമുള്ളത്. അത്തരത്തിൽ അങ്ങനെ അങ്ങ് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ട പെരുമാറ്റമല്ല മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ അത് വല്ലാണ്ട് അവസാനിപ്പിച്ച് ഇനി അങ്ങോട്ടേക്കൊന്നും ആക്രമണമില്ല എന്ന് പറയുമ്പോൾ ആ സാഹചര്യം മുതലെടുത്ത് ആ രാജ്യങ്ങളിലെ US ബേസുകൾ ഇനിയും ഏകോപിപ്പിക്കാനും അവിടെ നിന്ന് ആക്രമണം നടത്താനുമുള്ള സാധ്യത കൂടി അതിലുണ്ട് എന്നാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് എപ്പോഴും ആ മേഖലയെ ഒരു സംശയാസ്പദമായ ടാർഗറ്റ് ഏരിയയായി തന്നെ നിലനിർത്തുന്നതാണ് മുന്നോട്ടുള്ള യുദ്ധത്തിന് ഏറ്റവും ഉചിതമായതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. കുറഞ്ഞത് 6 മാസമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം എന്നാണ് ഇറാൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അവരുമായി സൗഹൃദം തീർക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം ഈ മേഖലയ്ക്കോ ഇറാനോ ഉണ്ടാകില്ല എന്നതാണ് അവരുടെ അഭിപ്രായം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ വീണ്ടും സുഖസമൃദ്ധമായി ഇവരെയൊക്കെ ഡീൽ ചെയ്യാൻ ശ്രമിക്കും എന്നതാണ് അവർ പറയുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ ഒരു ക്ഷമ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയെ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് തങ്ങളുടെ യുദ്ധവിജയമായിട്ടാണ്. എന്നുവെച്ചാൽ തങ്ങൾ അത്രമേൽ കടുത്ത ആക്രമണം നടത്തി ഇറാൻ നിസ്സഹായമായിരിക്കുന്നു, ഇനി അവർക്ക് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളുടെ സഹായത്തിലല്ലാതെയും ലോക സമൂഹത്തിൻ്റെ മുന്നിൽ ഈ വലിയ ദയനീയമായ ഒരു ചിത്രമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പാഴ്വേലയാണ് ഇതെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഒരു യുദ്ധമുഖത്ത് പോരാട്ടമുഖത്ത് നിൽക്കുമ്പോൾ അത്തരം സന്ദേശങ്ങൾ ഒട്ടും ഗുണകരമായതല്ലെന്നാണ് ഇറാൻ്റെ ആഭ്യന്തര സൈനിക വിഭാഗത്തിൻ്റെ അഭിപ്രായം. അതിനെ ട്രംപിനെ പോലെയുള്ള ആളുകൾ മറ്റൊരു തരത്തിൽ വക്രീകരിച്ച് ചിത്രീകരിച്ചാൽ അത് തങ്ങളുടെ മനോധൈര്യവും മനോബലവും കെടുത്തുന്നതിന് തുല്യമാകും എന്ന നിലപാടും അവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഈ സന്ദർഭങ്ങളിൽ വേണ്ടത്ര ഏകോപനവും ചർച്ചയും കൂടാതെ യുദ്ധമുഖത്തെ കാര്യങ്ങൾ വെറും പ്രസ്താവനകളിലൂടെ മാത്രം പുറത്തുവിടുന്നത് ഒരു ഉചിതമായ നടപടിയല്ല എന്ന അഭിപ്രായമാണ് അവർ പങ്കുവച്ചത്. ഏതായാലും യുദ്ധമൊട്ടും ഗുണകരമല്ല. ഈ രണ്ട് യുദ്ധവെറിയന്മാരും കൂടി സൃഷ്ടിച്ച ഈ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനാണ് നയതന്ത്ര ചിന്തകളും മനുഷ്യരാശിയോട് താൽപ്പര്യവുമുള്ള മഹാശക്തികൾ തീരുമാനിക്കേണ്ടത്.